January 11, the streets of Quarry Cold are waiting for your footsteps. This is your moment, your discipline, your early mornings, your breathing, your stride. All of it comes together now. ദേശ ഭാഷ പ്രായവ്യത്യാസങ്ങളില്ലാതെ ആയിരങ്ങൾ മാതൃഭൂമി ഇന്ത്യാസ് VKC കോഴിക്കോട് മാരത്തണിൽ അണിനിരന്നു. 21-10 കിലോമീറ്റർ കാറ്റഗറിയിൽ പരിചയസമ്പന്നരും കൃത്യമായ പരിശീലനത്തോടെ എത്തിയവരും. പ്രധാന ആകർഷണമായി മാറിയത് പ്രതീക്ഷിച്ചതുപോലെ ഫാമിലി ഫൺ റൺ. ചെറുപ്പകാലത്ത് വലിയ ആഗ്രഹമായിരുന്നു പോകണം എന്നൊക്കെ, സ്പോർട്സിലൊക്കെ പങ്കെടുക്കാൻ, ഒന്നും സാധിച്ചില്ല. അപ്പൊ ഇപ്പോഴാണ് അതിനൊരു യോഗം കിട്ടി. മോള് മോനാണ്. ഞങ്ങള് 2-3 വർഷമായിട്ട് ഇങ്ങനെ പതുക്കെ മാരത്തോണിലേക്ക് വന്നു. ഹസ്ബൻഡ് ഒരു മാരത്തോൺ റണ്ണറാണ്. അപ്പോൾ ഹസ്ബൻഡാണ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ഹെൽപ്പിന് വേണ്ടി മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയൊക്കെ മാരത്തോണിൽ കൂടെ ഓടും. ചില സമയത്തൊന്നും നമുക്ക് കൂടെ പോകാൻ പറ്റാറില്ല. ഇവിടെ അടുത്തായപ്പോ ഞാൻ വന്നു. മൊത്തോടിയോ? ഇത് തുടക്കമാണ്. മാതൃഭൂമി മാരത്തോൺ നാടേറ്റെടുത്തു. മെഡലുകൾ ഭൂഖണ്ഡങ്ങളും കടന്ന് അങ്ങ് കെനിയ വരെ എത്തി. 78 വയസ്സുള്ളവരും ചെറിയ കുഞ്ഞുങ്ങളുമൊക്കെ 3 കാറ്റഗറികളായി നടന്ന മത്സരങ്ങളിൽ പങ്കാളികളായി. 21 കിലോമീറ്റർ പുരുഷ വിഭാഗത്തിൽ മധ്യപ്രദേശിൽ നിന്നുള്ള ശിവം സിംഗ് തോമറും വനിതകളിൽ ഇടുക്കി വാഴത്തോപ്പുകാരി അഞ്ജു മുരുകനും സ്വർണത്തിലേക്ക് ഓടിക്കയറി. मैं पहली फर्स्ट टाइम इधर आया हूँ. यहाँ के लोग भी काफी अच्छे हैं. ഞാൻ മാരത്തോൺ അവിടെ പോകാറുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. 10 കിലോമീറ്ററിൽ കോഴിക്കോട് പൂനൂരുകാരൻ നബീലും വനിതകളിൽ ഉത്തർപ്രദേശിൽ നിന്നെത്തിയ യാസി സാജനും ആദ്യം ഫിനിഷിംഗ് ലൈൻ തൊട്ടു. മാരത്തണിന്റെ ഗംഭീര വിജയത്തിന് പിന്നാലെ 2ാം പതിപ്പിന്റെ തീയതിയും പ്രഖ്യാപിച്ചു. January 10th to 2027. ഈ ഫിനിഷ് ലൈൻ തൊട്ടവരെല്ലാം റൺ ടുഗദർ ഗെറ്റ് സ്ട്രോങ്ങർ എന്ന മാരത്തണിന്റെ സന്ദേശത്തെ പൂർത്തീകരിച്ചവരാണ്. ഇനി അടുത്ത മാരത്തണിനായുള്ള തയ്യാറെടുപ്പിലുമാണ്. ടീം മാതൃഭൂമി ന്യൂസ്.